സഭാചരിത്ര പഠന മേഖലയിൽ ആഴത്തിലുള്ള നവീകരണത്തിന് ആഹ്വാനം നൽകി ഫ്രാൻസിസ് പാപ്പ. ജ്ഞാനത്തോടും വിശ്വാസത്തോടും കൂടി വർത്തമാനകാലത്തിൽ സഞ്ചരിക്കണമെങ്കിൽ സംഘാതമായ ഓർമ്മ, അനുരഞ്ജനം, പ്രാഥമിക ഉറവിടങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ഗവേഷണം എന്നീ കാര്യങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകേണ്ടതുണ്ടെന്നും മാർപ്പാപ്പ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ തുറന്ന കത്തിലൂടെയാണ് സഭാചരിത്ര പഠനം ഗൗരവമായി എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി സെമിനാരി വിദ്യാർത്ഥികളെയും വൈദികരെയും വിശ്വാസികളെയും പാപ്പ ഓർമ്മിപ്പിച്ചത്. സഭാചരിത്ര പഠനം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വഹിക്കുന്ന പങ്കിനെപ്പറ്റിയും പാപ്പ കത്തിൽ എടുത്തു പറയുന്നുണ്ട്. കാലഗണനാക്രമത്തിൽ ഓരോ സംഭവങ്ങളും അവയുടെ തീയതികളും ഓർത്തിരിക്കാൻ സഹായിക്കുക എന്നതിനേക്കാൾ അപ്പുറം സഭാചരിത്രം എന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിലയേറിയ ഒരു പൈതൃക സമ്പത്ത് കൂടിയാണ്. സഭയുടെ കൂട്ടായ മനസാക്ഷിയുടെ ജ്വാലയെ അത് സജീവമായി നിലനിർത്തുന്നു. നൂറ്റാണ്ടുകളായുള്ള സഭയുടെ ജീവിതാനുഭവത്തിൽ വേരൂന്നി വ്യക്തമായ കാഴ്ചപ്പാടുകളോടെ വർത്തമാനകാലത്തിൽ സഞ്ചരിക്കാൻ സഭാചരിത്ര പഠനത്തിലൂടെ വിശ്വാസികൾക്ക് കഴിയുമെന്ന് പാപ്പ വിശദീകരിച്ചു. ഇന്ന് വ്യാപകമായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ചരിത്രത്തിൻ്റെ അപനിർമ്മിതി. ഇത് അന്ധതയുടെ മറ്റൊരു രൂപമാണ്. നിലവിലില്ലാത്ത ഒരു ലോകത്തിനു വേണ്ടി നമ്മുടെ ഊർജം പാഴാക്കി കളയാനും അവാസ്തവമായ പ്രശ്നങ്ങൾ ഉയർത്തി അപര്യാപ്തമായ പരിഹാരങ്ങളിലേക്ക് ഗതി തിരിച്ചുവിടാനും ഇതിടവരുത്തുന്നുവെന്നും പാപ്പ വിശദീകരിച്ചു.